Good afternoon. കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മൾ കണ്ടിട്ട്. ഏത് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്? ഓർക്കുന്നുണ്ടോ? ഏതാണ് വായിച്ചു നോക്കിയായിരുന്നോ? CSST അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? CSSTയിലെ ഫങ്ഷണൽ ഏരിയാസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി അല്ലെ. ഏതൊക്കെയാണ്? എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ടെന്നാ പറഞ്ഞത്? എത്രയുണ്ട്? 6 ഫങ്ഷണൽ ഏരിയാസ്. ഏതൊക്കെയായിരുന്നു? റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, packing area, sterilizing area, storage area, then last distribution area. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വരെ എടുത്തു. റിസീവിംഗ് ഏരിയ പറഞ്ഞു, ക്ലീനിങ് ഏരിയ കഴിഞ്ഞു, പാക്കിംഗ് ഏരിയ, ദെൻ അടുത്തതാണ് സ്റ്റെറിലൈസേഷൻ ഏരിയ അല്ലെ. അവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞത്? അതില് സ്റ്റെറിലൈസേഷൻ ഏരിയയില് നമ്മൾ പറഞ്ഞു സ്റ്റെറിലൈസേഷൻ 2 മെത്തേഡിലാണ് നടക്കുന്നത് അല്ലെ. CSSTയില് സ്റ്റെറിലൈസേഷൻ 2 മെത്തേഡിലാണ് നടക്കുന്നത്. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോ CSSTയിലെ സ്റ്റെറിലൈസേഷൻ 2 മെത്തേഡിലാണ് നടക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് നമുക്ക് സ്റ്റീം സ്റ്റെറിലൈസേഷനും നടത്താം, അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനും നടത്താം അല്ലെ. അതിനകത്ത് ഫസ്റ്റത്തെയാണ് നമുക്ക് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് എന്താണ്? താഴെ കുറച്ച് പിക്ചർ കണ്ടില്ലേ? പല ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്. ഇതിപ്പോ സിമ്പിൾ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്നതാണ് അല്ലെ. പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്നത്. അതിനകത്ത് എന്ത് ചെയ്യുന്നു? ഈ സർജിക്കൽ ഐറ്റംസ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അതിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നു. എന്ത് വഴിയാണ് അവിടെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? സ്റ്റീം വഴി. സ്റ്റീം വഴിയാണ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. ഇതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് അല്ലെ. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, ഏറ്റവും താങ്ങാവുന്ന, നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ അല്ലെ. CSST എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളിലാണ് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ. ഓക്കെ. അപ്പൊ അത് എന്താണ്? ഈ ഓട്ടോക്ലേവ്, അത് അവിടെ ഓട്ടോക്ലേവിൽ എന്താണ്? സ്റ്റീം വഴിയാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഇവിടെ ഇത് ഏറ്റവും താങ്ങാവുന്ന ഒരു കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ആണ് ഈ സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഓട്ടോക്ലേവിൽ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത്. അവിടെ ടെമ്പറേച്ചർ എത്രയായിരുന്നു? 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 pounds ഓഫ് പ്രഷർ അല്ലെ. പ്രഷറിൽ 20 മിനിറ്റ്സ് വേണം സ്റ്റെറിലൈസേഷൻ നടത്താൻ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെയാണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ ഓർ ETO എന്ന് പറയുന്നത്. അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ഒന്ന് നോട്ട് ചെയ്തിടുക കേട്ടോ. ETO, എക്സ്പാൻഡ് ETO എന്താണ്? എഥിലീൻ ഓക്സൈഡ് മെഷീൻ. ഇത് എന്താണ്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. ഗ്യാസ് വഴിയാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഏത് ഗ്യാസ്? എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് ആണ് കേട്ടോ. അതാണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ എന്ന് പറയുന്നത്. എഥിലീൻ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഗ്യാസ് വഴിയാണ് ഇവിടെ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. അതായത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. This is the method. This method is primarily used for heat responsive. ചൂടടിച്ചു കഴിഞ്ഞാൽ ഹീറ്റിനോട് റെസ്പോൺസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽ ലൈക്ക് കാർഡിയാക് കത്തീറ്റർ. കത്തീറ്റർ അല്ലെ, കാത്ത് ലാബിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെ. കത്തീറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ ട്യൂബ്, അതിന്റെ ടിപ്പിൽ ഒരു നീഡില് അല്ലെ. ബ്ലോക്കും ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ബ്ലോക്ക് ഒക്കെ മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കത്തീറ്റർ എന്ന് പറയുന്നത് അല്ലെ. ആ കത്തീറ്റർ, കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ ആൻഡ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് നോക്കിക്കോളണം കേട്ടോ. ടെക്സ്റ്റിൽ എൻഡോസ്കോപ്പ് എന്ന് തന്നെയാണോ കിടക്കണേന്ന് നോക്കാം. ഈ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അജയ്, വിഷ്ണു പേരൊന്ന് അല്ല പേജ് നമ്പർ ഒന്ന് ഇട്ട് കൊടുത്തേ. അജയ്ക്ക് 33 കേട്ടോ. അക്ഷരം ഇട്ട് തന്നിട്ടുണ്ട്, 33 ആണ്. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? ഈ എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ അത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, ഗ്യാസ് വഴിയാ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ. അല്ലാത്ത എന്താ പറയാ, ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ നടത്തി എന്ത് പറ്റും? അത് ഉരുകി പോകും അല്ലെ. എൻഡോസ്കോപ്പ് ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഓട്ടോക്ലേവിൽ വെച്ച് സ്റ്റീം സ്റ്റെറിലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ അത് ഉരുകി പോകും.
അതുകൊണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ്, കാർഡിയാക് കത്തീറ്റർ, ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഏതാണ്? ഏത് സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ദിസ് മെത്തേഡ് ഈസ് ഏത് മെത്തേഡ് ആണ്? അങ്ങനെ തന്നെ ചോദിക്കും. Dash method is primarily used for heat responsive and moisture responsive materials. ഏതാണ്? അപ്പൊ അതിനകത്ത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ഓട്ടോക്ലേവ്, ഫ്ലാഷ് സ്റ്റെറിലൈസർ, എഥിലീൻ ഓക്സൈഡ് മെഷീൻ, അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷനോ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്നോ ചോദിക്കാം. അത് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നതെന്ന് നോക്കി ചെയ്യുക. ഏത് മെത്തേഡ് ആണ്? അവിടെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെയുള്ള ഹീറ്റിനോട് റെസ്പോൺസീവ് ആയിട്ടുള്ള, മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഗ്യാസ് വഴിയാണ്. ഏത് ഗ്യാസ്? എഥിലീൻ ഓക്സൈഡ് ഗ്യാസ്. അതാണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ. അതായത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് അവിടെ നടത്തുന്നത്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ. ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനാണ്, വില പിടിപ്പുള്ള മെഷീനാണ്, വില കൂടുതലുള്ള മെഷീനാണ്. ആൻഡ് യൂസ് പോയിസണസ് ഗ്യാസ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് ഐറ്റംസ് ആർ ടു ബി ഫ്രീ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ബിഫോർ യൂസിങ് ദം ഓൺ എ പേഷ്യന്റ്. എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ. ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള, കുറച്ചുകൂടി വിലപിടിപ്പുള്ള മെഷീനാണ്. അതിനകത്ത് ഉപയോഗിക്കുന്നത് എന്താണ്? യൂസ് പോയിസണസ് ഗ്യാസ് ആണ്. കണ്ടോ, അതൊരു പോയിസണസ് ഗ്യാസ് ആണ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? വിച്ച് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് these items are be free of gas molecules before using the patient. അപ്പൊ അതായത് ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് ഉപയോഗിച്ച് സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അതൊരു പോയിസണസ് ഗ്യാസ് ആണ്. അപ്പൊ അത് ആ ഇൻസ്ട്രുമെന്റ്സ് നമ്മള് എന്താ പേഷ്യൻസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്താക്കണം? അത് അതിന് എല്ലാ ഗ്യാസ് പാർട്ടിക്കിൾസും എന്താണ് ഫ്രീ ആക്കി, എല്ലാം നല്ല എന്താ പറയാ, എല്ലാ ഗ്യാസ് മോളിക്യൂൾസും ഫ്രീ ആക്കി ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ അത് ആ സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? പറയുന്ന കാര്യം എന്താണ്? എന്തുകൊണ്ട്? അത് പോയിസണസ് ഗ്യാസ് ആണ്. അപ്പൊ അത് കറക്റ്റ് ആക്കി കളഞ്ഞില്ല, ക്ലിയർ ആയില്ലെങ്കിൽ അത് പേഷ്യൻസിന് പോയിസണസ് വരാതിരുന്നല്ലേ? അതിന്റെ എന്തെങ്കിലും അംശങ്ങള് ഗ്യാസ് മോളിക്യൂൾസ് അതിനകത്ത് ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? പേഷ്യൻസിന് ആ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ എഥിലീൻ ഗ്യാസ് ഉപയോഗിച്ച് ആ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടത്തിയിട്ടുള്ള മെഷീൻസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണം? അതിൽ നിന്നുള്ള എല്ലാ ഐറ്റംസ്, ആ ഇൻസ്ട്രുമെന്റ്സിൽ നിന്നുള്ള എല്ലാ ഗ്യാസ് മോളിക്യൂൾസും അതിൽ നിന്ന് ഫ്രീ ആക്കണം. Then the entire cycle may up to 8 to 12 hours. എത്ര സമയം വേണം അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ? ആ സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എത്ര സമയം വേണം? 8 to 12 hours. കണ്ടോ, 8 തുടങ്ങി 12 മണിക്കൂർ വരെ വേണം അത് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ, ആ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടത്താൻ. ഓക്കെ ആണോ അത്? അപ്പൊ അതില് ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. അങ്ങനെയുള്ള ഐറ്റംസ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, മൂന്നാമത്തെയാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ഇവിടെ ഏതാണ്? നമ്മള് ഈ സ്റ്റീം സ്റ്റെറിലൈസേഷൻ തന്നെയാട്ടോ നടത്തുന്നത്. ഫ്ലാഷ് സ്റ്റെറിലൈസർ അത് അവിടെ അതങ്ങനെ അതിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതും ഏത് വഴിയാണ്? സ്റ്റീം തന്നെ വഴിയാണ്. ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും ഏതാണ്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ, സ്റ്റീം സ്റ്റെറിലൈസർ ആണ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. This machine is largely used in operation theatre OT for emergency purpose. അതെങ്ങനെ തന്നെ ചോദിക്കുക എക്സാമിനർ. ഡാഷ് മെഷീൻ ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഫോർ എമർജൻസി പർപ്പസ്. ഓപ്ഷൻ തരും, ഫ്ലാഷ് സ്റ്റെറിലൈസർ, ETO, ഓട്ടോക്ലേവ്. ഏതാണ്? എമർജൻസി പർപ്പസിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ഫ്ലാഷ് സ്റ്റെറിലൈസർ. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ? പെട്ടെന്ന് സ്റ്റെറിലൈസേഷൻ നടക്കും. ഫ്ലാഷ്, ഒരു മിന്നൽ പോലെ, അതായത് പെട്ടെന്ന് തന്നെ മിനിറ്റുകൾ കൊണ്ട് തന്നെ 3-4 മിനിറ്റ് കൊണ്ട് അവിടെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആകും. കണ്ടോ? അപ്പൊ അതാ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ.
ഏത് മെഷീൻ ആണോ ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഏത് മെഷീനാണ്? ഫ്ലാഷ് സ്റ്റെറിലൈസർ. This is a special type of autoclave. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഓട്ടോക്ലേവ് തന്നെയാണ്. That has a very short, പക്ഷെ എന്താ ഓട്ടോക്ലേവിൽ നിന്ന് ഒരു വ്യത്യാസം? വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. സ്റ്റെറിലൈസേഷൻ സൈക്കിൾ എങ്ങനെയാ? കുറച്ച് മതി. കണ്ടോ, നമ്മൾ ഓട്ടോക്ലേവിൽ എത്ര സമയം വേണമെന്നാ പറഞ്ഞേ? സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാൻ എത്ര സമയം വേണം? 20 മിനിറ്റ്, 20 മിനിറ്റ് വേണം. പക്ഷേ ഇവിടെ എത്ര സമയം വേണം നോക്കിയേ? എത്ര വേണം? 3 to 4 minutes, 3-4 മിനിറ്റ് കൊണ്ട് ഈ ഫ്ലാഷ് സ്റ്റെറിലൈസറിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആകും. ഓട്ടോക്ലേവിനുള്ള വ്യത്യാസം മനസ്സിലായോ? ഈ ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഓട്ടോക്ലേവ് തന്നെയാണ്. പക്ഷെ എന്താ ഓട്ടോക്ലേവിന് വ്യത്യാസം എന്താ? ഇവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് 3-4 മിനിറ്റ് മതി. കണ്ടോ, 3 to 4 minutes according to its ability to rise the temperature. പക്ഷെ എന്താണ് അവിടെ ടെമ്പറേച്ചർ നോക്കിയേ, 132 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. കണ്ടോ, വ്യത്യാസം മനസ്സിലായോ? ഓട്ടോക്ലേവിന് 121 ഡിഗ്രി സെൽഷ്യസ് മതി. പക്ഷേ ഫ്ലാഷ് സ്റ്റെറിലൈസർ ടെമ്പറേച്ചർ കൂട്ടിയാ കൊടുക്കുന്നത്. കണ്ടോ, 132 ഡിഗ്രി സെന്റിഗ്രേഡില് 3-4 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആകും. ക്ലിയർ ആയോ അത്രയും കാര്യങ്ങള്? ഓട്ടോക്ലേവിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായോ? അത് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസിന് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതാണ്. ഓട്ടോക്ലേവ് പോലെ തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? സ്റ്റെറിലൈസേഷൻ സൈക്കിൾ വളരെ കുറവാണ്. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവും. പക്ഷെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കും. അതായത് 132 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ സർജറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ അതിന് 8-12 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുമോ? സർജറി ചെയ്തോണ്ടിരിക്കുക അപ്പൊ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കണ്ടേ? അന്നേരം നമുക്ക് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റൂല. സർജറി ചെയ്യുമ്പോൾ തന്നെ എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാഷ് സ്റ്റെറിലൈസർ ഉപയോഗിക്കുന്നത്. അതായത് എന്താ അതിന്റെ ഗുണം? 3-4 മിനിറ്റ് തന്നെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവും. ആ എക്യുപ്മെന്റ്സ് അപ്പൊ തന്നെ നമുക്ക് എടുത്ത് റീയൂസ് ചെയ്യാനും പറ്റും. ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? 3 ഓക്കെ ആണല്ലേ? യെസ്. ഇനി ഇവിടെ തന്നേക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓട്ടോക്ലേവ് ആട്ടോ. അതൊന്ന് പേരൊന്നും വേണമെങ്കിൽ നോട്ട് ചെയ്തോ കേട്ടോ. ഏതൊക്കെയാണ്? പലതരത്തിലുള്ള ഓട്ടോക്ലേവ്. ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ് ഉണ്ട്, സിമ്പിൾ ഓട്ടോക്ലേവ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ് ഉണ്ട്. 3 പേരുകൾ ഒന്ന് നോട്ട് ചെയ്യും. ഇനി അപ്പൊ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? ഏത് ഫങ്ഷണൽ ഏരിയ ആണ്? 5ാമത്തത് അല്ലെ? അതായത് സ്റ്റോറേജ് ഏരിയ ആണ്. അടുത്ത ഫങ്ഷണൽ ഏരിയ ഏതാണ്? സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്യുപ്മെന്റ്സ് പോകുന്നത് സ്റ്റോറേജ് ഏരിയയിലേക്കാണ്. ഓക്കെ, ആഫ്റ്റർ ദ സ്റ്റെറിലൈസേഷൻ ദ ഐറ്റംസ് ആർ പ്രൊവിഷണലി സ്റ്റോക്ഡ് ഇൻ എ ക്ലീൻ rack from where they are used to the user department. എന്ത് ചെയ്യുന്നു? ആ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ അപ്പൊ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? ടെമ്പർലി ആയിട്ട് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. കണ്ടോ, പ്രൊവിഷണലി എന്ന് പറഞ്ഞ ടെമ്പർലി, താൽക്കാലികമായിട്ട്. ഇനി അറിയില്ലാത്തവരൊന്ന് എഴുതി വെച്ചോട്ടോ. താൽക്കാലികമായിട്ട് എവിടെ സ്റ്റോർ ചെയ്യും? സ്റ്റോക്ഡ് ഇൻ എ ക്ലീൻ റാക്ക് ഫ്രം വേർ ദേ ആർ ഇഷ്യൂഡ് ടു ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് ആ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പൊ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കൂല. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് CSSDയിലെ ആ ക്ലീൻ റാക്കില് അത് ടെമ്പറലി, താൽക്കാലികമായിട്ട് അത് സ്റ്റോർ ചെയ്യും. കണ്ടോ, first in first out is the principle to follow the replacement of sterile in keeping the demand of the department. ഒന്ന് ശ്രദ്ധിച്ചേ, എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? എങ്ങനെയാണ് നോക്കിയത്? എങ്ങനെയാണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അത് FIFO പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. FIFO എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം നിലനിർത്തുന്നതിന്, നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന്, റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് FIFO എന്ന് പറയുന്നത്. അതായത് ആദ്യം എടുത്തത് ആദ്യം കൊടുക്കും. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം എടുത്തത് ആദ്യം കൊടുക്കും. ഓക്കെ, first in first out is the principle to follow the replacement of sterile in keeping the demand of the department.
ക്ലിയർ ആയോ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. FIFO എന്ന് പറയുന്ന ഏത് പ്രിൻസിപ്പിൾ അവിടെ ഫോളോ ചെയ്യുന്നത്? അവിടെ ഓപ്ഷൻസ് തെറ്റിച്ച് ചോദിക്കാട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFO, FIFO ഇവിടെ ചോദിക്കാം, ഓപ്ഷൻ ആയിട്ട് ചോദിക്കാം. FO FI എന്ന് ചോദിക്കാം. ഫസ്റ്റ് ഔട്ട് ഫസ്റ്റ് ഇൻ തിരിച്ചു ചോദിക്കാം. FFI എന്നൊക്കെ ചോദിക്കാം. ഓപ്ഷൻസിനാണോ ക്ഷാമം? ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ കറക്റ്റ് ആൻസർ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഏത് പ്രിൻസിപ്പിൾ ആണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആ സ്റ്റെറൈൽ ഐറ്റംസ് റീപ്ലേസ് ചെയ്യുന്നതില് ആ CSST അവർ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം എടുക്കുന്നത് ആദ്യം കൊടുക്കും. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ക്ലിയർ ആയോ? FIFO എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. അപ്പൊ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് താൽക്കാലികമായിട്ട് ആ CSST ക്ലീൻ റാങ്കിൽ അവിടെ വെച്ചേക്കും അവര്. എന്നിട്ടാണ് ആ ഡിപ്പാർട്ട്മെന്റ് ഡിമാൻഡ് അനുസരിച്ച് അത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ അവർ ഫോളോ ചെയ്യുന്നതാണ് FIFO എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ദെൻ അടുത്തത് ഇനി ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആണ് കേട്ടോ. എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്? ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ദ അക്സെപ്റ്റിംഗ് ഏരിയ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഇത് റിസീവിംഗ് ഏരിയയിൽ നിന്ന് കുറെ ദൂരെയായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. പറഞ്ഞോ? ആദ്യം തന്നെ പറഞ്ഞില്ലേ, നമ്മള് ഈ മെറ്റീരിയൽസ് ഐറ്റംസ് റിസീവ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് കുറെ ദൂരത്തിലായിരിക്കും ഏത്? അത് നമ്മൾ പറഞ്ഞില്ലേ, ഒറ്റ യൂണി ഡയറക്ഷണൽ ഫ്ലോ ആന്ന് പറഞ്ഞു അല്ലെ. ഒരു ഇതിൽ കൂടെ നമ്മൾ ഒരു വിൻഡോ കൂടെ മേടിച്ചു, ഈ ഓരോ പ്രൊസീജിയറും കാര്യങ്ങളും കഴിഞ്ഞ് കുറച്ച് ദൂരത്തിലുള്ള വേറെ വിൻഡോ കൂടെ അത് കൊടുക്കുന്നത് കേട്ടോ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറെ വിൻഡോയാണ്. എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഷുഡ് ബി എവേ ഫ്രം ദ അക്സെപ്റ്റിംഗ് ഏരിയ. അക്സെപ്റ്റിംഗ് ഏരിയയിൽ നിന്ന് കുറച്ചധികം ദൂരത്തിലായിരിക്കും. Okay, in modern hospitals, അത് നോക്കി, ആൻഡ് മസ്റ്റ് ഹാവ് എ വിൻഡോ വിത്ത് എ കൗണ്ടർ. എന്തുണ്ട്? ഒരു കൗണ്ടർ ഉള്ള വിൻഡോ ഉണ്ട്. നമ്മൾ റിസീവിംഗ് ഏരിയ പോലെ തന്നെ have a window with a counter. In modern hospital, there may be different lift or dump elevators. Lift അല്ലെങ്കിൽ elevator. Lift ഉണ്ടെന്ന് for shifting the sterile material to user department. User department എന്നാണ്. യൂസർ ആണ്. USER, യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ FIFOയുടെ ഫ്രണ്ടിലുള്ളതും യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്നാണോ നോക്കിയേ നിങ്ങളുടെ ടെക്സ്റ്റില്. യൂസർ ആണോ? USER എന്ന് തന്നെയാണോ കിടക്കണ എല്ലാവരുടെയും ടെക്സ്റ്റില്? അല്ല. ഒന്ന് നോക്കി, അതൊന്ന് ശരിയാക്കിക്കേ. യൂസർ ആണ് കേട്ടോ. USER. ഞാനിവിടെ ഷെയർ ചെയ്തിട്ടില്ലേ, അതൊന്ന് കറക്റ്റ് ചെയ്തോ. യൂസർ. ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്ക് നിങ്ങളുടെ ടെക്സ്റ്റില് ഉണ്ട്. അത് ഞാനിവിടെ ക്ലിയർ ചെയ്ത് തരാം. അതപ്പ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്യാം കേട്ടോ. യൂസർ എന്നാണ് കേട്ടോ. ആ FIFOയുടെ തൊട്ട് മുന്നിൽ കിടക്കണുണ്ടോ? USER. കറക്റ്റ് ചെയ്ത എല്ലാവരും? ഓക്കെ. പിന്നെ അതിന് മുന്നുള്ള ഒരു കുഞ്ഞു കാര്യം നോക്കിയേ. സ്റ്റോക്ക്ഡിനെ ക്ലീൻഡ് ആണോ നോക്കിയേ. CLEANED. ക്ലീൻഡ് സ്പെല്ലിംഗ് കേട്ടോ. CLEANED. ക്ലീൻഡ്. അത് ശുദ്ധിയായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ട്രാക്കില്. അതൊന്ന് കറക്റ്റ് ചെയ്തേ കേട്ടോ. CLEANED. കറക്റ്റ് ചെയ്ത രണ്ട് കാര്യമാണ് ഞാൻ മിസ്റ്റേക്ക് പറഞ്ഞത് കേട്ടോ. കറക്റ്റ് ചെയ്യാൻ ക്ലീൻഡ് എന്നുള്ള സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആക്കിയോ കേട്ടോ. CLEANED. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് ഓക്കെ ആണ്, കറക്റ്റ് ആണ് കേട്ടോ. ഈ സ്ക്രീനിൽ കാണുന്ന സ്പെല്ലിംഗ് രണ്ടും ശരിയാണ്. ക്ലീൻഡ് എന്ന് ആക്കുക. പിന്നെ അടുത്ത യൂസർ എന്നും ആക്കുക. USER എന്ന് ആക്കുക കേട്ടോ. രണ്ട് മിസ്റ്റേക്ക് ഉണ്ട്, അത് രണ്ടും കറക്റ്റ് ചെയ്തോടെ. യൂസർ നോക്കിയേ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇനി അടുത്തതാണ് നമ്മൾ അടുത്ത ഏരിയ. ആറാമത്തെയാണ് ഫങ്ഷണൽ ഏരിയ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അതെന്താ? റിസീവിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരത്തിലായിരിക്കും ഒരു വിൻഡോ വിത്ത് എ കൗണ്ടർ അല്ലെ. കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉണ്ട്. മോഡേൺ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇത് കൊണ്ടുപോകാനായിട്ട് എന്തുണ്ട്? ഷിഫ്റ്റ് ചെയ്യാൻ എലിവേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റ് ഉണ്ട്. നമ്മൾ തലയിൽ ചുമന്നുകൊണ്ടുകൊണ്ടാ ഇതിൽ കൂടെ കൊണ്ടുപോവാം. ലിഫ്റ്റിൽ കൂടെ ഇതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അത് ലിഫ്റ്റില് കൊണ്ടുപോകാൻ ഡിഫറെന്റ് ലിഫ്റ്റ് ഓഫ് എലിവേറ്റേഴ്സ് ഫോർ ഷിഫ്റ്റിംഗ് ദ സ്റ്റെറൈൽ മെറ്റീരിയൽ ടു യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണ്ടേ, അത് ലിഫ്റ്റില് നമുക്ക് കൊണ്ടുപോകാന്നാ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSST ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ എന്താ? ഇൻഡിക്കേറ്റർ എന്താ? മലയാളം എന്താണ്? ഇൻഡിക്കേറ്റർ സൂചകങ്ങളാണ്.
അതായത് നമ്മൾ ഈ CSSD-യില് സ്റ്റെറിലൈസ് ചെയ്യുന്ന ആരും പറഞ്ഞില്ലേ, അതിന്റെ ക്വാളിറ്റി നമുക്ക് നോക്കണം, വേണ്ടേ? സ്റ്റെറിലൈസേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് കറക്റ്റ് ആയോ, അതിന്റെ ക്വാളിറ്റി കംപ്ലീറ്റ് ആയോ, സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയോ, അത് നമ്മൾ അറിയാനുള്ള കുറച്ച് സൂചകങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD-യിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എന്തിനു വേണ്ടി? സ്റ്റെറിലൈസേഷൻ ചെയ്തത്, ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ ഹെഡിങ്? ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സൂചകങ്ങൾ. അതിനകത്ത് നമ്മൾ 3 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും CSSD-യിൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണൊക്കെ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ 3 പേരുകളൊന്നും നോക്കിയേ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. കിട്ടിയോ? 3 കിട്ടിയോ? ഏതൊക്കെയാ നമ്മൾ CSSD-യിൽ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? ഏതൊക്കെയാ? ക്വാളിറ്റി നോക്കാൻ, ആ സ്റ്റെറിലൈസേഷന്റെ ക്വാളിറ്റി നോക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഫസ്റ്റത്തെയാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. മെക്കാനിക്കൽ അതെന്താന്ന് നോക്കിയേ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസ്പ്ലേയിങ് ദ റെക്കോർഡ് ടൈം, ആ സ്റ്റെറിലൈസേഷന്റെ ടൈമില്ലേ അത് കാണിക്കാൻ, റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ. ടെമ്പറേച്ചർ, നമ്മൾ ഓരോന്നിനും ടെമ്പറേച്ചർ പറഞ്ഞില്ലേ, ഓട്ടോക്ലേവ് ആണെങ്കിൽ 121 ഡിഗ്രി സെന്റിഗ്രേഡ് പറഞ്ഞു ടെമ്പറേച്ചർ. അവിടുത്തെ ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ ഒക്കെ ത്രൂഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ ഉടനീളം ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഇതൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി, പ്രദർശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. കിട്ടിയോ? ഡാഷ് ഇൻഡിക്കേറ്റേഴ്സ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം. അങ്ങനെ ആ സെന്റൻസ് അങ്ങനെ തന്നെ ചോദിക്കും. അപ്പൊ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഒക്കെ ആ സ്റ്റെറിലൈസേഷനുടനീളമുള്ളത് റെക്കോർഡ് ചെയ്യാൻ, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ആണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് മെക്കാനിക്കൽ ഡയല്. മെക്കാനിക്കൽ ആണ്, നമ്മുടെ ഈ ക്ലോക്ക് ഒക്കെ പോലെ ഇല്ലേ, അതുപോലെ റീഡിങ് കാണിക്കും. അത് അതിനൊരു എക്സാമ്പിൾ ആട്ടോ. മെക്കാനിക്കൽ ഡയല് ഒരു മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. മെക്കാനിക്കൽ ഡയൽ, DIAL, ഡയൽ എന്ന് പറയുന്നത്. അവിടെ ആ റീഡിംഗ് ഒക്കെ കാണിക്കും. മനസ്സിലായോ? ടൈം കാണിക്കും, ടെമ്പറേച്ചർ കാണിക്കും, ഹ്യൂമിഡിറ്റി, പ്രഷർ എല്ലാം കാണിച്ചു തരും, നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. മനസ്സിലായോ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അതിന്റെ എക്സാമ്പിൾ ആണ് മെക്കാനിക്കൽ ഡയൽ എന്ന് പറയുന്നത്. അതായത് സൂചി ഇങ്ങനെ കാണിക്കും, എത്ര ടെമ്പറേച്ചർ എത്തി, എത്ര ഹ്യൂമിഡിറ്റി. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ 121 ഡിഗ്രി സെന്റിഗ്രേഡ് ഓട്ടോക്ലേവ് കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ കറക്റ്റ് ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ റീഡിങ് നോക്കി അറിയാൻ പാടില്ലേ അല്ലെ? സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആയോ? രണ്ടാമത്തെയാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽ ആണ് ഉപയോഗിക്കുന്നത്. അതായത് സ്ട്രിപ്പില്ലേ, സ്ട്രിപ്സ് പോലെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, സ്ട്രിപ്സ് അതാ ഉപയോഗിക്കുന്നത്. നോക്കിയേ, all chemical indicators are designed to react to physical condition inside the sterilization chamber. എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടാണ്? ആ സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അവിടെ ചോദിക്കാം, ഡാഷ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഡിസൈൻ ടു റിയാക്ട് ഫിസിക്കൽ കണ്ടീഷൻ. കണ്ടോ? ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസേഷൻ ചേംബർ. സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും. ദിസ് കൺഫേം ദാറ്റ്, ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇത് അനുസരിച്ചാണ് ഓട്ടോക്ലേവ് ഓർ സ്റ്റീം സ്റ്റെറിലൈസർ വർക്ക് ചെയ്യുന്നത്. അതെന്താണ്? അവിടെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. അതിന് 2 എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. There are many type of chemical indicators such as Bovie, Dick, Test Pack. Bovie, Dick, Test Pack and chemical indicator strips എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് തന്നുള്ളൂ കേട്ടോ. കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ് അതെന്താണെന്നറിയോ? ഒരു സ്ട്രിപ്പ് അത്
ഈ സാധനം, ഈ സ്ട്രിപ്പ് നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തില് ഈ സ്ട്രിപ്സ് വെക്കും. അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് പുറത്തെടുക്കുമ്പോൾ അതിനൊരു കളർ ചേഞ്ച് വരികയാണെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ആ സ്ട്രിപ്സ് എടുത്ത് നോക്കും, അതിന് കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. മനസ്സിലായോ? കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മള് ഈ എന്താ പറയാ, പ്രഗ്നന്റ് ആണോ എന്ന് നമുക്കിപ്പോ വീട്ടിൽ നോക്കാൻ പറ്റൂലേ? ഇപ്പൊ നമുക്കിപ്പോ എന്താ നമ്മുടെ ഇതിനകത്ത് അമ്മമാർക്കൊക്കെ അറിയാം അല്ലേ? ഒരു സ്ട്രിപ്പാണത്. അതിനകത്ത് നമ്മൾ ഒരു തുള്ളി യൂറിൻ ഒഴിച്ചു കഴിയുമ്പോൾ ആ സ്ട്രിപ്സ് പോലെ വരൂലേ, വരകൾ വരൂലേ പ്രഗ്നൻസി കിറ്റില്? അപ്പൊ എന്താ, നമ്മൾ ആ 2 ബാർ വരികയാണെങ്കിൽ നമുക്ക് തന്നെ അസസ് ചെയ്യാം എന്താ പറയാ, പ്രഗ്നന്റ് ആണ് അല്ലെ? എന്നിട്ട് നമുക്ക് പോയാൽ മതി. പണ്ടൊന്നും ഈ മെത്തേഡ് ഒന്നും ഉണ്ടായിരുന്നില്ലേ അല്ലേ? ലാസ്റ്റ് ലൈൻ ടെക്സ്റ്റിൽ ഇല്ല എന്നാണ്. അത് ഞാൻ പറഞ്ഞേ, അത് കുഴപ്പമില്ല. അതിന് 2 എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. എന്താ കാര്യം എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നോട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടോ എക്സാമ്പിൾ. അത് വേണമെന്നില്ല. ബോബി ലിക്ക് ടെസ്റ്റ് പാക്ക് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. എക്സാമ്പിൾ അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ ടെക്സ്റ്റില്. അപ്പൊ ഇത് കാര്യം മനസ്സിലായോ? ഒരു സ്ട്രിപ്സ് ആണ്. നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ സ്ട്രിപ്സ് അതിന്റെ കൂടെ വെക്കും. അത് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്ട്രിപ്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു കളർ ചേഞ്ച് വരികയാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? കെമിക്കൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ നോക്കണേ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ്. നോട്ട് ചെയ്യണ്ടോ നിങ്ങൾ അത്? എക്സാമ്പിള് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. ഏതെങ്കിലും വേണം കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സോ ബോബി ലിക്ക് ടെസ്റ്റ് പാക്ക്, 2 എക്സാമ്പിൾ ആണ് അതിന് പറഞ്ഞേക്കുന്നത് കേട്ടോ. പല തരത്തിലുള്ള കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇനി അടുത്തതാണ്, മൂന്നാമത്തെയാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. Biological indicators. Biological indicators are also known in the name of bioindicators. ഒന്ന് ശ്രദ്ധിച്ചേ സ്പെല്ലിംഗ്. ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാട്ടോ. BIO ഐ ഉണ്ടോ നോക്കിയ ടെക്സ്റ്റില്? ബയോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഞാൻ ആണേ 1-2 മിസ്റ്റേക്ക് കണ്ടത് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അപ്പൊ ക്ലാസ് എടുക്കുമ്പോ തന്നെ പറഞ്ഞു തരാം കേട്ടോ. ഉണ്ട് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? ബയോ ഇൻഡിക്കേറ്റേഴ്സ്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫസ്റ്റ് ലൈൻ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഡാഷ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ അവിടെ ചോദിക്കാം കേട്ടോ. ഇനി മൂന്നാമത്തെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏത്? ബയോ ഇൻഡിക്കേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. They are living creatures. ഇതെന്താണ്? ഒരു ലിവിങ് ക്രീച്ചേഴ്സ് ആണ്. അതായത് സൂക്ഷ്മ ജീവികളാണ്, ജീവനുള്ള ജീവജാലങ്ങളാണ് അത്. സച്ച് ആസ് മൈക്രോ ഓർഗാനിസംസ് പോലുള്ള സൂക്ഷ്മ ജീവികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. സൂക്ഷ്മ ജീവികളാണ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോ തന്നെ അറിയാലോ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ എന്താണ്? ലിവിങ് ക്രീച്ചേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. They used to confirm the sterilization performance, to verify the sterilization process, displaying the sterilization effect of the production process, etc. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? Used to confirm എന്ന് വെച്ചാൽ സ്ഥിരീകരിക്കുക. സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ വെരിഫൈ ചെയ്യുന്നതിന്. Used to confirm sterilization performance, to verify the sterilization process. കണ്ടോ? സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ വെരിഫൈ ചെയ്യുന്നതിനും സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് സ്ഥിരീകരിക്കുന്നതിനും. കണ്ടോ? സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് കൺഫേം എന്ന് വെച്ചാൽ സ്ഥിരീകരിക്കുന്നതിനും സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുന്നതിനും ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ എഫക്ട്. സ്റ്റെറിലൈസേഷൻ എഫക്ട് അതിന്റെ ഫലപ്രാപ്തി അത് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. കണ്ടോ? അതിന് വേണ്ടി ഉള്ളതാണ്. അത് ഡിസ്പ്ലേ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാ പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഇത് കണ്ടോ? പിക്ചർ കണ്ടോ? താഴെ ഒരു ആംബ്യൂൾ എന്നാണ് അത് പറയുന്നത്. ആ സാധനം കണ്ടോ? ആ ചില്ല് പോലെ ഇരിക്കുന്ന ആ കുപ്പി കണ്ടോ? പ്രൊഡക്ഷൻ പ്രോസസ് എക്സെട്ര കേട്ടോ. പ്രൊഡക്ഷൻ പ്രോസസ്.
പിന്നെ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ എന്നാണ് കേട്ടോ. സ്റ്റെറിലൈസേഷന്റെ പ്രൊസീജിയർ ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടോ അവിടെ ഒരു കുപ്പി കണ്ടോ, അതിന് പറയുന്നതാണ് ആംബ്യൂൾ എന്നാ പറയുന്ന ആ സാധനം കണ്ടോ. അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? അതിന്റെ ഉള്ളില് സൊല്യൂഷനും അതിന്റെ ഉള്ളില് സൂക്ഷ്മജീവികളും ഉണ്ടാവും. അതിനകത്ത് വെക്കും. എന്നിട്ട് അത് സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അത് ആ കൂട്ടത്തിലേക്ക് വെക്കും. എന്നിട്ട് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് എടുക്കുമ്പോൾ നമ്മൾ ആ സൊല്യൂഷന് അവിടെ എന്താ പറയാ, ഒരു കളർ ചേഞ്ച് വരികയാണെങ്കിൽ, അതിന്റെ പോലെ തന്നെ കളർ ചേഞ്ച് വരികയാണെങ്കിൽ എന്താ നമുക്ക് മനസ്സിലാക്കാം? അവിടെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. ആ കളർ ചേഞ്ച് അവിടെ വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. അതായത് എന്താ, മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇല്ല അവിടെ. കണ്ടോ? മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് അവിടെ ഇല്ല, അത് നശിച്ചു. അതാണ് ആ കളർ ചേഞ്ച് വന്നത്. മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇല്ല, അതായത് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയെന്ന് മനസ്സിലാക്കാം. അതാണ് ഇത് കണ്ടേ, ഒരു സൂക്ഷ്മജീവിയാണ്, അതാണ് ആംബ്യൂൾ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലിട്ട് സൊല്യൂഷൻ ഇട്ടിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അതങ്ങ് വെച്ചേക്കും. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ആ ബോട്ടിൽ നോക്കുമ്പോൾ അറിയാം അതിനകത്ത് കളർ ചേഞ്ച്, ആ സൊല്യൂഷന്റെ കളർ ചേഞ്ച് വരികയാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. അതായത് എന്താണ്, അവിടെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇല്ല, അത് നശിച്ചു. ആ സൂക്ഷ്മജീവി, ആ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് അവിടെ ഇല്ല. അതാണ് ആ കളർ ചേഞ്ച് വരുന്നത്. അപ്പൊ ആ കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മള് ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദേ യൂസ്ഡ് ടു കൺഫേം ദ, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് സ്ഥിരീകരിക്കാൻ, സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിൽ വെരിഫൈ ചെയ്യാൻ, സ്റ്റെറിലൈസേഷൻ എഫക്റ്റ് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ 3 ഇൻഡിക്കേറ്റർ കേട്ടോ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ, കെമിക്കൽ ഇൻഡിക്കേറ്റർ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ ആയില്ലേ 3 യെസ്, ഓക്കെ ആണല്ലേ? ഓക്കെ, ഫസ്റ്റത്തേല് എന്താണ്, ആ റീഡിങ് നമ്മൾ നോക്കണേ. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതിന്റെ റീഡിങ് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ട്രിപ്പാണ് അവിടെ വെക്കുന്നത് അല്ലെ. ആ സ്ട്രിപ്പ് അതിനകത്ത് വെച്ചു. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ എന്താണ്, ആ സ്ട്രിപ്സിന് കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി അടുത്തതാണ് നെക്സ്റ്റ് നോക്കിയേ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് കേട്ടോ. CSSTയുടെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇത് എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ ചെയ്ത ആ ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്, യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് വിതരണം ചെയ്യുന്നത്? അതില് CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില് നമ്മള് ഏതാണ് 4 രീതികളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഏതാണ്? ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. 4 സിസ്റ്റം, 4 രീതിയിലാണ് ഇവിടെ സ്റ്റെറിലൈസ് ചെയ്തത് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. CSSTയിൽ നിന്ന് സ്റ്റെറിലൈസേഷൻ ചെയ്ത ഐറ്റംസ് ഏതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്ന സംവിധാനങ്ങളാണ്. ഏത് 4 രീതിയാ പറഞ്ഞേക്കണേ. ഫസ്റ്റ് എന്താണ്? ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. എന്താണ്? ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്താണ് അതിനകത്ത് പറയുന്നത്? A sterilized article is provided at the CSST issue counter in the exchange for a used one at any time. എന്താ പറഞ്ഞേക്കണേ? ഏത് ടൈം എക്സ്ചേഞ്ചിലും എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ് ചെയ്ത ആർട്ടിക്കിൾസ്, ആ ഐറ്റംസ് എപ്പോഴും CSST കൗണ്ടറിൽ അവൈലബിൾ ആയിരിക്കും. മനസ്സിലായോ? അവിടെ നിന്ന് നമുക്കത് കളക്ട് ചെയ്യാം. ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾസ്, അതായത് ആ ഐറ്റംസ് എവിടെ CSST ഇഷ്യൂ കൗണ്ടറിൽ അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? അതാണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഐറ്റംസ് എപ്പോഴും CSST സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് CSST അറ്റ് എനി ടൈം, ഏത് സമയത്ത് അവൈലബിൾ ആയിരിക്കും. ക്ലിയർ ആയോ? അങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ചെന്ന് നമുക്കിത് എന്താണ് സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് CSSTയിലെ ഇഷ്യൂ കൗണ്ടറിൽ ഉണ്ട്. നമ്മൾ കൊടുക്കുന്നത് സ്റ്റെറിലൈസ് ചെയ്ത് വേണ്ട. മനസ്സിലായോ? ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSST കൗണ്ടറിൽ അവൈലബിൾ ആയിരിക്കും.
രണ്ടാമത്തെയാണ് റിക്വസിഷൻ സിസ്റ്റം. ആ പേര് ഇത് തന്നെ അറിയാം, റിക്വസിഷൻ സിസ്റ്റം. റിക്വസ്റ്റ് വേണം അല്ലെ, റിക്വസ്റ്റ് കൊടുക്കുകയാണ്. നോക്കിയേ, റിക്വസിഷൻ സിസ്റ്റം. എ ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡ് ബൈ ദ യൂസർ ഓൺ എ ഡെയിലി ഓർ റെഗുലർ ബേസിസ് and gathered by them at a CSST counter. എന്താ പറഞ്ഞേക്കുന്നത്? യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച്. അത് കണ്ടാൽ തന്നെ അറിയാം, റിക്വസിഷൻ അല്ലെ, അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് യൂസർ അല്ലെ. ആ യൂസറിന്റെ ഡിമാൻഡ്, നമുക്ക് എന്താ ആവശ്യമുള്ളത് അതാണ്. ആ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ്, ഐറ്റംസ് ഡെയിലി ആയിട്ടോ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു റെഗുലർ ബേസിലോ എന്ത് ചെയ്യുന്നു? CSST ഇഷ്യൂ കൗണ്ടറിൽ ഗ്യാദർ ചെയ്യുന്നു, ശേഖരിക്കുന്നു. അവിടെ നിന്ന് നമുക്കത് കളക്ട് ചെയ്യാം. ഓക്കെ, കിട്ടിയോ? അതെങ്ങനെയാണ്? യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച്. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. റിക്വസിഷൻ ആണ്, റിക്വസ്റ്റ് അനുസരിച്ചാണ്. യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്നിലെ ഡെയിലി ആയിട്ട്, ഡെയിലി എല്ലാ ദിവസവും വേണം. കണ്ടോ? ആ റിക്വസ്റ്റ് അനുസരിച്ചാ ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട്, പതിവായിട്ട്. ഡെയിലി ഓർ റെഗുലർ എന്ന് ഓർത്തണേ. അതായത് പതിവായിട്ട് അവിടെ CSST കൗണ്ടറിൽ ഹാജർ ചെയ്യാം. ഓക്കെ, ഇനി ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്രോസറി, അത് 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മനസ്സിലാക്കി വെക്കണം കേട്ടോ. പേരിൽ മനസ്സിലാക്കി വെക്കാം. ഗ്രോസറി സിസ്റ്റം അത് തന്നിട്ട് അത് ഏത് സിസ്റ്റത്തിൽ വരുന്ന, ഏത് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെന്ന് ചോദിക്കാം കേട്ടോ. ഏത് തരത്തിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഈച്ച് users demand for a specific period are delivered at a suitable intervals regardless of whether the content have been used or not. ആ സെന്റൻസ് ഒന്ന് നോക്കി വെക്കാം. ഇവിടെ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് തന്നെയാണ്. നോക്കിയേ, അതായത് എങ്ങനെയാണ് ഇവിടെ കണ്ടന്റ്, ആ ആർട്ടിക്കിൾസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ, എന്ന് പരിഗണിക്കാതെ തന്നെ ഓരോ യൂസറിനും ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒരു നിശ്ചിത കാലയളവിലുള്ള ഡിമാൻഡ് അനുസരിച്ച് തന്നെ ഒരു സ്യൂട്ടബിൾ ഇന്റർവെൽസിൽ അത് ഡെലിവർ ചെയ്യും. അവിടെ എന്താ ഒരു പ്രത്യേകത പറഞ്ഞേ? കണ്ടന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്. അതാണ് കണ്ടന്റ്, അത് അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ, അത് പരിഗണിക്കാതെ തന്നെ ഓരോ യൂസറിനും ആവശ്യമായിട്ടുള്ള ആ ആർട്ടിക്കിൾസ് ഒരു നിശ്ചിത കാലയളവില് ഉണ്ടോ എങ്ങനെ ഡെലിവറി ചെയ്യും? സ്യൂട്ടബിൾ ഇന്റർവെൽസ്, അത് നിശ്ചിത ഇടവേളകളിൽ വിതരണം ചെയ്യുന്നു. അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അവിടെ ലാസ്റ്റ് നമുക്ക് അതിൽ നമുക്ക് ഗ്രോസറി സിസ്റ്റത്തെ എന്താ? കണ്ടന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട് ഉണ്ടോ, അത് അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ സ്യൂട്ടബിൾ ഇന്റർവെൽസിൽ അത് CSSDയില് ഡിമാൻഡ് അനുസരിച്ച് തന്നെ, ആ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് സ്പെസിഫിക് സ്യൂട്ടബിൾ ഇന്റർവെൽസിൽ അത് ഡെലിവറി ചെയ്യും. ഓക്കെ, ഗ്രോസറി. ഇനി ലാസ്റ്റത്തെയാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ക്വാട്ട സിസ്റ്റം എന്താണ്? പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ, മുൻകൂട്ടി ക്രമീകരിച്ചതാണ്. Different items for which user unit are maintained by delivery personnel from CSST through frequent deliveries. ഇത് ആരാണ് നോക്കിയേ? ഇത് ഓരോ യൂണിറ്റിനും വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ. ഇപ്പൊ ഓരോ യൂണിറ്റിലേക്കുള്ളതാവല്ല വേറെ സ്ഥലത്തേക്ക് അല്ലെ. അതായത് ഓരോ യൂണിറ്റിനും വ്യത്യസ്തമായ ഇനങ്ങളുടെ ഒരു പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ, മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവല് ആരാണ് ഡെലിവറി ചെയ്യുന്നത്? CSSDയിൽ നിന്നുള്ള ഡെലിവറി പേഴ്സണൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ഡെലിവറി പേഴ്സണൽ ആണ്. CSSDയിൽ നിന്നുള്ള ഡെലിവറി പേഴ്സണൽ അവരെന്ത് ചെയ്യുന്നു? പതിവ് ഡെലിവറി, അവരുടെ ഫ്രീക്വന്റ് കണ്ടോ, ആ പതിവ് ഡെലിവറികൾ വഴി അവർ മെയിൻറ്റെയിൻ ചെയ്യും, അവരത് ഡെലിവറി ചെയ്യും. CSSDയിൽ നിന്നുള്ള ആ പേഴ്സണൽസ് തന്നെ എന്താ അവരുടെ പതിവ് ഡെലിവറികൾ തന്നെ വഴി തന്നെ ഓരോ യൂണിറ്റിനും ആവശ്യമായിട്ടുള്ള ഇനങ്ങളുടെ ആ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ, മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ലെവല് അത് അവര് എന്ത് ചെയ്യുന്നു? അവരത് ഡെലിവറി ചെയ്യും. അത് ഓർത്തിരിക്കാൻ ഇതിനകത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഇത് ആരും ബൈ ഹാർട്ട് ചെയ്യണ്ട. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് ടൈം എക്സ്ചേഞ്ചിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ CSST കൗണ്ടറിലുണ്ട്. ക്ലിയർ ആയോ? ഏത് സമയത്തും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഐറ്റംസ് CSST ഇഷ്യൂ കൗണ്ടറിൽ അവൈലബിൾ ആയിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് ആണെന്ന് അറിയാലോ. ഏത് സിസ്റ്റം ആണെന്ന് ചോദിച്ചാൽ അറിയാലോ.
ഇൻ ഡാഷ് സിസ്റ്റം അങ്ങനെ തരും അവിടെ. In dash CSSD distribution system, a sterilized article is provided at the CSSD issue counter. അങ്ങനെ എന്റെ സെന്റൻസ് വരും. ഓക്കെ, രണ്ടാമത്തെ എന്താ, റിക്വസിഷൻ സിസ്റ്റം ആണ്. അവിടെ എന്താണ് ആർട്ടിക്കിൾസ് എങ്ങനെയാ, ആ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ആ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് റെഗുലർ ആയിട്ട് നമ്മുടെ CSSD കൗണ്ടറിൽ അത് അവൈലബിൾ ആയിരിക്കും. അത്ര ഓർത്താ മതി, ആ ഡിമാൻഡ് അനുസരിച്ച്, യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച്. ഇനി ഗ്രോസറിയിൽ നിന്ന് എന്താ വ്യത്യാസം വരുന്നത്, അവിടെ അവര് കണ്ടന്റ് അല്ലെങ്കിൽ അത് അവര് യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അത് ഡെലിവറി ചെയ്യും. കണ്ടോ, കണ്ടന്റ് ഹാസ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ അവരൊരു സ്യൂട്ടബിൾ ഇന്റർവെൽസിൽ അവര് ഇത് ഡെലിവറി ചെയ്യും. ദെൻ ക്വാട്ട സിസ്റ്റത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്, ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരാ ഡെലിവറി ചെയ്യുന്ന, ഡെലിവറി പേഴ്സണൽസ് ആണ്. കണ്ടോ, CSSDയിലുള്ള ഡെലിവറി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ, എംപ്ലോയി, സ്റ്റാഫ്, PRSONNEL ആ സ്റ്റാഫാണ്. CSSDയിൽ നിന്നുള്ള സ്റ്റാഫ് അവരുടെ പതിവ് ഡെലിവറികൾ വഴി എന്ത് ചെയ്യുന്നു, ഡെലിവറി ചെയ്യും. ഓക്കെ, കിട്ടിയില്ലേ? കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതെന്താ പറയാ, അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതിനകത്തുള്ള ഐറ്റംസ് ആണ് കണ്ടന്റ് എന്ന് പറയുന്നത്. വെദർ കണ്ടന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്, ആ ഐറ്റംസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടോ, മെറ്റീരിയൽസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ. ഇതാണ്. അപ്പൊ 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇൻ ഡാഷ് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ആ സെന്റൻസ് അങ്ങ് തരും. ഓക്കെ, അന്നേരം അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ലാസ്റ്റത്തെ ഒരു ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്, ഭരണപരമായിട്ടുള്ള നിരീക്ഷണം. അഡ്മിനിസ്ട്രേഷന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അത് മോണിറ്റർ ചെയ്യുന്നത് കേട്ടോ. Okay, work practice must be overseen. Written policy procedure must be strict. അത് അവിടെ ആ ഒരു സെന്റൻസ് വരെ ഫുൾ സ്റ്റോപ്പ് ഇട്ട അവിടെ. വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ. അവിടുത്തെ എന്താ, അവിടെ വർക്ക് പ്രാക്ടീസ്, തൊഴിൽ പരിശീലനം, അവിടെ നടക്കുന്ന പ്രാക്ടീസുകൾ മേൽനോട്ടം വഹിക്കുന്നു ആര്, അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ആ CSSDയിലെ വർക്ക് പ്രാക്ടീസ് മേൽനോട്ടം വഹിക്കുന്നു. അവിടെ എന്തുണ്ട്, റിട്ടേൺ പോളിസി പ്രൊസീജിയർ മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ഓൾ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ആണ് കേട്ടോ. പേഴ്സണൽ റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ഫോർ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്റ്റന്റ് ഐറ്റം ആൻഡ് ഫോർ ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ സപ്ലൈസ്. അപ്പൊ എന്താണ്, അവിടെ CSSDയിൽ ഒരു പോളിസി പ്രൊസീജിയറുകൾ ഉണ്ടാവും അല്ലെ, ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, അവിടുത്തെ ഒരു പ്രൊസീജിയർ, നടപടിക്രമങ്ങള്, അവിടുത്തെ നിയമങ്ങള്, പോളിസികൾ ഉണ്ടാകും. അത് ആരാണ്, ആർക്കാണ് അത് ഉത്തരവാദിത്തം, അതായത് സ്റ്റെറിലൈസേഷൻ ഡിസിൻഫെക്ഷൻ ഐറ്റത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകള്, അല്ലെങ്കിൽ സ്റ്റെറൈൽ സപ്ലൈ സ്റ്റെറിലൈസ് ചെയ്ത സപ്ലൈസ് കൈകാര്യം ചെയ്യാന് അതിന് ഉത്തരവാദിത്തപ്പെട്ട, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകള് എന്താ, ഈ കാര്യങ്ങള് അവര് CSSDയിലെ കറക്റ്റ് ആയിട്ട് പോളിസി പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, അത് മേൽനോട്ടം വഹിക്കണം. മനസ്സിലായോ? ആരാണ് നോക്കേണ്ടത്? റിട്ടേൺ പോളിസി പ്രൊസീജിയർ മസ്റ്റ് സ്ട്രിക്ട്ലി ഫോളോഡ്. നമുക്ക് തോന്നിയ രീതിയിൽ ചെയ്യാൻ പറ്റൂല. അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എഴുതിയ റിട്ടേൺ പോളിസി പ്രൊസീജിയർ ഉണ്ട്. അവിടെ അവർ CSSDയിലുള്ള അത് CSSD ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യണം അല്ലെ. അതായത് അതങ്ങനെ ഓരോ പേഴ്സണൽസും കണ്ടോ, ഫോളോഡ് ബൈ ഓൾ പേഴ്സണൽ റെസ്പോൺസ്, അതിന് ഉത്തരവാദിത്തപ്പെട്ടവര് കണ്ടോ, ആൻഡ് അക്കൗണ്ടബിൾ ഫോർ സ്റ്റെറിലൈസിംഗ് ഡിസിൻഫെക്റ്റന്റ് ഐറ്റം ആൻഡ് ഫോർ ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ സപ്ലൈ. ഇതെല്ലാം അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവര് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, ആ പോളിസി പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ഓക്കെ, ആൻഡ് if the sterility cannot be attained or maintained, ഇനി സ്റ്റെറിലിറ്റി അത്രയും എത്തിയില്ലെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് അത് കംപ്ലീറ്റ് ആണോ ഓക്കെ ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ഇൻഡിക്കേറ്റർ വെച്ച് നോക്കി സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആണോ എന്നല്ലേ. ഇനി ആ സ്റ്റെറിലിറ്റി അത്രയും എത്തിയില്ലെങ്കിലോ, and if the sterility cannot be attained or maintained, എന്താണ് അത് അറ്റൈൻ ചെയ്തില്ല, മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും?
The system has foiled. അത് ചെയ്തത് കൊണ്ട് കാര്യമുണ്ടോ? ആ സ്റ്റെറിലൈസേഷൻ ചെയ്തത് കൊണ്ട് കാര്യമുണ്ടോ? കാര്യമുണ്ടോ? സ്റ്റെറിലിറ്റി അത്രയും എത്തിയില്ല, നമ്മൾ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയില്ല എങ്കിൽ നമ്മൾ അത് ചെയ്തിട്ട് കാര്യമില്ല. സിസ്റ്റം ഫോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? പരാജയപ്പെടുക. എന്താണ്? പരാജയപ്പെടുക. അപ്പൊ സ്റ്റെറിലിറ്റി അത്രയും എത്തിയില്ലെങ്കിൽ അറ്റൈൻഡ് ഓർ മെയിൻറ്റെയിൻ, അത് അത്രയും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഫോയിൽഡ് എന്നാണ് കേട്ടോ. ഫെയിൽഡ് എങ്ങനെയാണ് കിടത്തേക്കാണ് നിങ്ങളുടെ പരാജയപ്പെടുക എന്നുള്ള മീനിങ് ആട്ടോ. ഓക്കെ, ഫോയിൽഡ് എന്ന് പറഞ്ഞാലും എന്താ? പരാജയപ്പെട്ടു എന്നുള്ള മീനിങ് ആട്ടാ. ഫോയിൽഡ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഫെയിലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പരാജയപ്പെട്ടു, അതേ പരാജയപ്പെടും. ഫെയിലിന്റെ പാസ്റ്റ് ആയിട്ട് കൊടുത്തത് ഫോയിൽഡ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അവിടെ ആ സിസ്റ്റം എന്താണ്? ആ സ്റ്റെറിലിറ്റി കറക്റ്റ് ആയിട്ട് എത്തിയില്ലെങ്കിൽ അത് പരാജയപ്പെട്ടു. അല്ലെങ്കിൽ അത് നമ്മൾ ആ സ്റ്റെറിലൈസേഷൻ ചെയ്തുകൊണ്ട് കാര്യമില്ല അല്ലേ? അത് അതിനകത്ത് മൈക്രോബ്സ് അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടാവും, പിന്നെ ഇൻഫെക്ഷൻ വരും, അങ്ങനെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണ്. ഇനി അഡ്മിനിസ്ട്രേഷൻ മോണിറ്റർ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സുകളായിട്ട് തന്നെയാണ് കേട്ടോ. CSSTയില് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് മാത്രം നോക്കി വെച്ചാൽ നമുക്ക് എന്താണ്? ഒന്നാമത്തെ ഡീകണ്ടാമിനേറ്റിംഗ്. ഡീകണ്ടാമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡീകണ്ടാമിനേറ്റിംഗ് അണുവിമുക്തമാക്കുക. ഡീകണ്ടാമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കുക. ടെർമിനലി സ്റ്റെറിലൈസിങ്. ആ ടെർമിനലി എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ സ്റ്റെറിലൈസേഷൻ, അതിതീവ്രമായ നല്ല രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ ആൻഡ് ക്ലീനിങ്. ഇതെല്ലാം all reusable items of disposable item. അതായത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് ഇനി റീയൂസബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ഡീകണ്ടാമിനേറ്റ് ചെയ്യുക, സ്റ്റെറിലൈസേഷൻ ചെയ്യുക, ക്ലീനിങ് ചെയ്യുക. അതല്ലേ നമ്മളതല്ലേ നമുക്കിനി റീയൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കളയേണ്ട ആവശ്യമില്ല അല്ലെ? അത് എന്ത് ചെയ്തെടുക്കാം? നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും, അത് സ്റ്റെറിലൈസേഷൻ ചെയ്ത് എടുക്കാൻ പറ്റും. ശരിയല്ലേ പറയണേ? അല്ലേ? അതായത് നമുക്കത് എന്ത് ചെയ്യാം? സ്റ്റെറിലൈസേഷനിലൂടെ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും പ്രോപ്പർ ആയിട്ട്. അത് അല്ലെങ്കിൽ പിന്നെ ഓരോ പ്രാവശ്യം വാങ്ങേണ്ടി വരില്ലേ? ഓരോ പേഷ്യന്റിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റംസ് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങേണ്ടി വരും. ഇതെന്താണ്? അതിൽ നിന്ന് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് നമുക്ക് അണുവിമുക്തമാക്കുക, ടെർമിനൽ സ്റ്റെറിലൈസേഷൻ ക്ലീനിങ് ഒക്കെ നടത്തി നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അടുത്ത നോക്കിയാൽ അത് മോണിറ്റർ ചെയ്യണം, അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. പാക്കേജ് ചെയ്യുക, അത് ലേബൽ ചെയ്യുക. പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റം, അതിന്റെ മോണിറ്ററിങ്, അത് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. Then ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. ആ സ്റ്റെറിലൈസർ ലോഡ് ചെയ്യണം, അൺലോഡ് ചെയ്യണം. അടുത്തത് ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ എന്ത് ചെയ്യണം? പ്രവർത്തിപ്പിക്കണം. ഓപ്പറേറ്റിംഗ്, അതിന്റെ പ്രവർത്തനം, അതിന്റെ മോണിറ്ററിങ്. ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. Then displaying and keeping records of each cycle. Displaying പ്രദർശിപ്പിക്കുക, ഡിസ്പ്ലേ ചെയ്യുക. ആൻഡ് കീപ്പിംഗ് നിലനിർത്തുക. എന്താണ്? ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെയും റെക്കോർഡ്സുകള് ഡിസ്പ്ലേ ചെയ്യുകയും അത് കീപ്പ് ചെയ്യുകയും ചെയ്യുക. പ്രദർശിപ്പിക്കുകയും അത് കീപ്പ് ചെയ്യുക, സംരക്ഷിക്കുകയും ചെയ്യുക. Displaying and keeping records of each cycle. Displaying and keeping records of each cycle. ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളിനും സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡ്സുകള് പ്രദർശിപ്പിക്കുകയും അത് കീപ്പ് ചെയ്യുകയും ചെയ്യുക. Then അടുത്ത നോക്കിയ അഡ്ഹിയറിംഗ്. അഡ്ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ പാലിക്കുക. അറിയില്ലാത്തൊരു മീനിങ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. അഡ്ഹിയറിംഗ്, പാലിക്കുക. എന്താ പാലിക്കണ്ടേ? ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ. അപ്പോ ഈ CSSTയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യണം? അതിന് എന്താണ്? ഒരു പ്രിവെന്റീവ് മെഷേഴ്സുകള് അല്ലെ, പ്രതിരോധ സേഫ്റ്റി മെഷേഴ്സുകള്, അതുപോലെ തന്നെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ, ഇതെല്ലാം എന്താണ്? അവര്
പാലിക്കണം. അഡ്ഹിയർ ചെയ്യുക, പാലിക്കാം. സുരക്ഷാ നടപടികളും പ്രതിരോധ പരിപാലന പ്രോട്ടോകോളുകളും ഒക്കെ, പ്രിവന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോളും ഒക്കെ പാലിക്കണം. അത് മോണിറ്റർ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. സ്റ്റോറിംഗ് ഓഫ് അഡ്ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ളത് കേട്ടോ. പാലിക്കുക, പരിപാലിക്കുക എന്നുള്ള മീനിങ്. അടുത്ത നോക്കിയേ, സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റം. സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് സ്റ്റോർ ചെയ്യണം, അതിന്റെ ഒരു മേൽനോട്ടം വേണം. സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റം. അടുത്ത് നോക്കിയേ, ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. അവിടെ ഐറ്റം എന്നാണോ നോക്കിയേ ടെക്സ്റ്റില്, ഐറ്റംസ്, ITEMS. അതൊന്ന് കറക്റ്റ് ചെയ്തോട്ടോ. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ്, ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. ഉപയോഗത്തിന് തയ്യാറാക്കിയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റം റെഡി ഫോർ യൂസ്. ഉപയോഗത്തിന് തയ്യാറാക്കിയിട്ടുള്ള സ്റ്റെറൈൽ ഐറ്റംസ് എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. ഓക്കെ. അടുത്ത് നോക്കിയ ലാസ്റ്റ് എന്താ, മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. എന്ത് ചെയ്യുക, ഒരു സ്റ്റെറൈൽ ഫീൽഡിലേക്ക് സ്റ്റെറിലൈസ് ചെയ്ത അതായത് നമ്മൾ അണുവിമുക്തമാക്കിയ ഒരു ഫീൽഡിലേക്ക് അത് അങ്ങനെ സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക. മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്, അതിലേക്ക് നടത്തുക. സ്റ്റെറിലൈസ് ചെയ്ത ഫീൽഡിലേക്ക് സ്റ്റെറിലൈസ് ചെയ്ത സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക. ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ മോണിറ്റർ ചെയ്യേണ്ട കാര്യം. അതും ജസ്റ്റ് നിങ്ങൾ പോയിന്റ്സുകൾ മാത്രം ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. എല്ലാത്തിനും വരുന്നുണ്ട്. ഒരു സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട് അല്ലെ, സ്റ്റെറിലൈസർ എന്നൊക്കെ വരുന്നുണ്ട്. അതിന് തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ. ഇതിനകത്ത് എക്സാമ്പിൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് റിലേറ്റഡ് ടു CSSD ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ തന്നെ പറയുമ്പോ അറിയാലോ, CSSD-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അങ്ങനെ തരും. അപ്പൊ CSSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് വന്നതാണോ എന്ന് അറിയാൻ പാടില്ലേ. എല്ലാ പോയിന്റ്സും നോക്കി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അല്ലേ. ഒന്നോ രണ്ടെണ്ണോ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും ആ ഹിന്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ അല്ലേ പോയിന്റ്സുകള്? ഓക്കെ. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി ഉള്ളൂ, റെസ്പോൺസിബിലിറ്റി. കുഞ്ഞതാണ്, പക്ഷെ എല്ലാം ഒന്ന് നോക്കി വെക്കണം. ഇതിനകത്ത് ചോദിക്കാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSSD മാനേജർ ഓർ ഇൻചാർജ്. മാനേജർ or in charge. അതെ, മാനേജറിന്റെ CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ആ രണ്ട് ക്വസ്റ്റ്യനാ ഉള്ളോടെ. ഒന്നിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ എത്ര പോയിന്റ് ഉണ്ട്? 7 പോയിന്റ് ഉണ്ട്. 7 പോയിന്റ്സ് ഉണ്ട്. അതും സൂത്രം വഴി ഉണ്ട് അവിടെ കാണാനായിട്ട്. നമുക്ക് റെസ്പോൺസിബിലിറ്റി ആണോ എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എന്താണ് ഒന്നാമത് നോക്കിയേ, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. അറിയാലോ, CSSD മാനേജറിന്റെ ജോബിൽ തന്നെയല്ലേ മൊത്തത്തില് CSSD-യുടെ മൊത്തത്തിലുള്ള സൂപ്പർവിഷൻ, മൊത്തത്തിലുള്ള മേൽനോട്ടം കിട്ടിയോ? ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD കിട്ടിയോ? ഒന്നാമത്തെ പോയിന്റ് എന്താ? CSSD-യുടെ മൊത്തത്തിലുള്ള മേൽനോട്ടം. അത് കണ്ടറിയാലോ ജോബ് റെസ്പോൺസിബിലിറ്റി തന്നെയാണോ? CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ തന്നെയാണെന്ന് വെച്ചാൽ കണ്ണോടച്ച് എഴുതാൻ പാടില്ലേ അല്ലെ? CSSD-യുടെ മൊത്തത്തിലുള്ള മേൽനോട്ടം. ഇനി ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. അടുത്ത് നോക്കിയേ, ഡിസ്പ്ലേ ചെയ്യുക എന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക. ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. സ്റ്റെറിലൈസേഷൻ പ്രോസസ് പ്രദർശിപ്പിക്കുക എന്ന്, ഡിസ്പ്ലേ ചെയ്യുക. അതിന്റെ ഇത് കാര്യങ്ങള്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് അല്ലെ, അതൊക്കെ എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കുക. അവിടെയും സ്റ്റെറിലൈസേഷൻ ഒരു വാക്ക് കണ്ടോ? CSSD-യുടെ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ചാടി എഴുതാം അല്ലെ. സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഡിസ്പ്ലേ ചെയ്യുക. അടുത്ത് നോക്കിയേ, സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. ഇതൊന്ന് നോക്കണം കേട്ടോ. പോയിന്റ് സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക, അവരെ ഗൈഡ് ചെയ്യുക, സ്റ്റാഫുകൾക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അതും CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വന്നതാണ്. എന്താണ്? സൂപ്പർവൈസിങ് അല്ലെ, സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക, അവരെ ഗൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുക, അവർക്ക് വേണ്ട പരിശീലനം, ട്രെയിനിങ് ഒക്കെ കൊടുക്കുക സ്റ്റാഫിന് കേട്ടോ.
അതും ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വന്നെയാ. പിന്നെ അടുത്ത ഡയറക്ടിങ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. എന്താ ഡയറക്ട് ചെയ്യുക, എന്താ ആ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. അതായത് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത് ജോലി സമയ പട്ടികകളൊക്കെ ഇല്ലേ, ഓരോരുത്തരുടെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ, വർക്കിംഗ് ടൈം, ഷിഫ്റ്റ് കാര്യങ്ങള്, അങ്ങനെയുള്ള റെക്കോർഡുകള് ഇതൊക്കെ ഡയറക്ട് ചെയ്യുക, അതിനുവേണ്ട ഡയറക്ഷൻ കൊടുക്കുക. ഡയറക്ടിങ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് ദി റെക്കോർഡ്സ്. ദെൻ അടുത്ത് നോക്കിയ അലോട്ടിംഗ് റിസോഴ്സസ്. അപ്പൊ CSSDയിലേക്ക് വേണ്ട സ്റ്റെറിലൈസേഷൻ ചെയ്യാനും മറ്റുള്ള ഇപ്പൊ റെക്കോർഡ്സ് സംബന്ധിച്ചായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും, എല്ലാ വിഭവങ്ങളും അനുവദിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. എല്ലാ റിസോഴ്സും അലോട്ട് ചെയ്യുക. അലോട്ട് ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കുക. അലോട്ടിംഗ് റിസോഴ്സസ്, റിസോഴ്സ് അനുവദിക്കുക. അലോട്ടിംഗ് റിസോഴ്സസ്. Then next നോക്കിയേ, cost control measures to scrutinize and decrease the number of cycle. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് കോസ്റ്റ്, അവിടെ വരുന്ന ചെലവുകളില്ലേ, അത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങള്. അതായത് നമ്മളെ ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഇല്ല, ആ സൈക്കിള്, അത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ CSSD മാനേജർ ഈ സ്റ്റെറിലൈസേഷൻ സൈക്കിള് അത് സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനും അവിടെയുള്ള ചെലവുകൾ ചുരുക്കുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങള് ചെയ്യുക, നടപടികൾ ചെയ്യുക കേട്ടോ. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് എന്തിന്? ടു സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന വെച്ചാൽ സൂക്ഷ്മ പരിശോധന നടത്തുക കേട്ടോ. പരിശോധിക്കുക, സൂക്ഷ്മ പരിശോധന നടത്തുക. ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ, ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ നമ്പർ അത് കുറയ്ക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങള് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് ആ കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അടുത്ത് നോക്കിയ ലാസ്റ്റ് പോയിന്റ് എന്താ? ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. കണ്ടോ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെന്ററി സ്റ്റോക്ക് അല്ലെ. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾ. അവിടുത്തെ സപ്ലൈ, കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ ഉപഭോഗ വസ്തുക്കള്. ആ സപ്ലൈകളുടെയും ഉപഭോഗ വസ്തുക്കളുടെയും നിയന്ത്രണം, ഇൻവെന്ററി കൈകാര്യം ചെയ്യണം. ഇവരെ പട്ടികകള്, സ്റ്റോക്ക് മാനേജ്മെന്റ്, അത് വെറുതെ അതൊക്കെ കൺട്രോള് CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വന്നതാണ് കേട്ടോ. ഒരുപാട് വിവിധ പട്ടികകൾ, സ്റ്റോക്ക് അത് മാനേജ് ചെയ്യുക. എന്തുമായിട്ട് ബന്ധപ്പെട്ട CSSDയിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈകള്, അവിടുത്തെ ഉപഭോഗ വസ്തുക്കള്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകള് കൈകാര്യം ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ക്ലിയർ ആയോ? എന്താ ഒന്നാമത്തെ? എന്താ? മൊത്തത്തിലുള്ള CSSDയിലെ മേൽനോട്ടം, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് CSSD. പിന്നെ എന്താണ് അടുത്ത് പറഞ്ഞത്? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് പ്രദർശിപ്പിക്കുക, ഡിസ്പ്ലേ ചെയ്യുക. പിന്നെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള മേൽനോട്ടം, അവർക്കുടെ ഒരു ഗൈഡിങ്, ട്രെയിനിങ്, പരിശീലനം, മാർഗനിർദ്ദേശങ്ങള്, അതിന്റെ മേൽനോട്ടം, ഇതെല്ലാം ചെയ്യുക. പിന്നെ അടുത്തതാണ് ജോലി സമയ പട്ടികകള് അല്ലെ, അതും അതിന്റെ റെക്കോർഡുകളും ഇതെല്ലാം ഡയറക്റ്റ് ചെയ്യുക, നിർദ്ദേശിക്കുക. പിന്നെ എന്താണ്? അലോട്ടിംഗ് റിസോഴ്സസ്, ആ CSSDയിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും അനുവദിക്കുക. പിന്നെ അടുത്തതാണ് കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രതിരോധ കാര്യങ്ങൾ നോക്കുക, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന നടപടിക്രമങ്ങള്. അതെങ്ങനെയാ? ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ, ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ എണ്ണം കുറച്ച് അത് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് ചുരുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, നടപടികൾ കൊണ്ടുവരിക. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. എന്തിന്റെയൊക്കെയാണ് ഇൻവെന്ററി? നമ്മുടെ സപ്ലൈകള്, ആ CSSDയിലുള്ള സപ്ലൈകള്, അവിടുത്തെ കൺസ്യൂമബിൾ ഉപഭോഗ വസ്തുക്കളുടെയും ഒക്കെ ഇൻവെന്ററി, ഇവരെ പട്ടികകള് അത് മാനേജ് ചെയ്യുക. അതിന്റെയൊക്കെ ഒരു നിയന്ത്രണം വേണം. ഇഷ്ടം പോലെ തോന്നിവാസം പാടില്ല അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ വേണം. സപ്ലൈ, കൺസ്യൂമബിൾസ്, ഇതിന്റെയൊക്കെ ഒരു ഇൻവെന്ററി കൈകാര്യം ചെയ്യുക. ഈ പോയിന്റ്സ് തന്നിട്ട് CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വന്നെയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ഓക്കെ അല്ലേ? ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചു വെച്ചാല് ബൈഹാർട്ട് ചെയ്യണ്ട, ആരും ബൈഹാർട്ട് ചെയ്യണ്ട. ഇങ്ങനെയുള്ള പോയിന്റ്സ് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് തറവാത്. നമുക്ക് ആൻസർ ഉണ്ടല്ലോ ഓൾറെഡി. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ അവിടെ ഉണ്ട്, ഓപ്ഷൻസ് അവിടെ കിടക്കുന്നുണ്ട്. അത് നോക്കി കഴിയുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി, ആണോ അല്ലയോ. മാനേജറിന്റെ CSSD മാനേജർ
മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, CSSD എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ, സെൻട്രൽ സ്റ്റൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എല്ലാവരും ഇത് അടുത്ത ദിവസത്തേക്ക് ഇന്ന് തന്നെ വായിക്കണം. അടുത്ത ദിവസം വരുമ്പോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. ഓക്കെ, ക്ലാസ് നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ അല്ലെ? ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്, ജോബ് റെസ്പോൺസിബിലിറ്റി, CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇതെല്ലാം ഒന്ന് വായിച്ചു വെച്ചേക്കാന്ന്. ഓക്കെ, കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളൂ, കുറച്ചുകൂടി അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും.